ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ വെട്ടാൻ പോകുന്നത് ഒരു ചുരിദാർ ടോപ്പാണ് കേട്ടോ. സാധാ ചുരിദാർ ടോപ്പ്, സ്ലിറ്റ് പീസ് ലൈനിങ് ചുരിദാർ ടോപ്പ്. അതിൻ്റെ ഇറക്കം 41 വേണ്ടിയത്. അതിന് 1.5 ഇഞ്ച് കുറച്ച് ലൈനിങ്ങാണ് ആദ്യം കട്ട് ചെയ്യുന്നത്. ലൈനിങ്ങിൽ 1.5 ഇഞ്ച് കുറച്ച് 39.5 ഇഞ്ച് ഇറക്കം എടുത്തിട്ടുണ്ട്. പിന്നെ ഷോൾഡർ 7 ഇഞ്ച് അടയാളപ്പെടുത്തി, ആം ഹോള് 6 ഇഞ്ച് അടയാളപ്പെടുത്തി വരച്ചിട്ടുണ്ട്. പിന്നെ ചെസ്റ്റ് 10 ഇഞ്ച് ഇട്ടാണ് വെട്ടുന്നത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് തയ്യൽത്തുമ്പ് കൂട്ടി. വേസ്റ്റ് 9 ഇഞ്ചാണ്, അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് 9 ഇഞ്ചാണ്, ഇതിലൂടെ 1.5 ഇഞ്ച് കൂട്ടി 10 ഇഞ്ച്. സീറ്റ് വണ്ണം 10 വേണ്ടിയത്. അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടി 12 ഇഞ്ച്. പിന്നെ അടിവിരിവ് 13 ഇഞ്ച്, അതായത് നല്ല അടിവിരിവൊക്കെ വേണ്ടിയ ആളാണ് 13 ഇഞ്ച് ഇട്ടിട്ട്. ഇത് ഇനി ജോയിൻ ചെയ്യുക. ഇവിടുന്ന് ഒരു 1 ഇഞ്ച് നീളമായിട്ട് അതിനകത്തുണ്ട് ചെറിയൊരു ഷേപ്പ്. പിന്നെ കഴുത്തകലം 3 ഇഞ്ച് നെക്ക് 4. റേറ്റ് ഷേപ്പ് ചെയ്ത്. പിന്നെ ഫ്രണ്ടിൻ്റെ റിബികൾ സ്വല്പം ഒന്ന് കയറ്റി കൊടുക്കുന്നുണ്ട്. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ കട്ടിങ്. വരച്ചിരിക്കുന്നു ഇത്രേ ഉള്ളൂ. ഇനി കട്ട് ചെയ്യാം. ബാക്ക് പീസ് നമ്മൾ വേറെ സെപ്പറേറ്റ്, അടിയിൽ ഞാൻ മടക്കി ഇട്ടിരിക്കുകയാണ്. ബാക്ക് പീസ് വേറെ, അതിൻ്റെ അടിയിൽ ടക്ക് ബാക്ക് പീസിലാണ് അടയാളപ്പെടുത്തുന്നത്. ഓക്കെ, ടക്ക് പോയിന്റ് നമുക്ക് ബാക്ക് പീസ് അടയാളപ്പെടുത്തിയിരിക്കണം. ഇത്രേ ഉള്ളൂ. ഇത് ഞാൻ കട്ട് ചെയ്യാൻ പോകുന്നത്. ഫ്രണ്ട് പീസ് ആം ഹോൾ കുറച്ച് കയറ്റി വെക്കുന്നുണ്ട്. ബാക്ക് പീസാണ് 10 ഇഞ്ച് ടക്ക് പോയിന്റ്. ഫ്രണ്ട് പീസ് ചിലപ്പോൾ ഇവിടെ ഷേപ്പ് ഉണ്ടല്ലോ. ഫ്രണ്ട് പീസിൽ നമ്മൾ ടക്ക് ഇടുന്നില്ല കേട്ടോ, ബാക്ക് പീസിന് മാത്രമേ ടക്ക് ഇടുന്നുള്ളൂ. ഇതാണ് ഫ്രണ്ട് പീസും ബാക്ക് പീസും കിട്ടിയത്. നമ്മൾ ലൈനിങ് വെച്ച് നല്ല പീസ് വെട്ടാൻ പോവാണ് കേട്ടോ. ആദ്യം ബാക്ക് പീസിൻ്റെ ആണ് വെട്ടുന്നത്. നാലാക്കി മടക്കിയിട്ടേക്കാണ്.
ഒരു ഇഞ്ച് കയറ്റി ഷേപ്പ് വെട്ടുന്നുണ്ട്. ഇത് ഫ്രണ്ട് പീസ്, ബാക്ക് പീസ്. ഫ്രണ്ട് പീസ് നമ്മൾ ആം ഹോൾ കുറച്ച് ഏറ്റു വെട്ടിയായിരുന്നു, അത് വെട്ടിയാൻ പോണേ. നമ്മൾ ചുരിദാർ ടോപ്പിൻ്റെ ഫ്രണ്ട് പീസും ബാക്ക് പീസും നമ്മൾ കട്ട് ചെയ്തു. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ സ്ലീവ് വെട്ടാൻ പോകണേ. സ്ലീവിന് 16 ഇഞ്ചാണ് ഇറക്കം വേണ്ടിയത്. 15 ഇഞ്ച് ഇറക്കം മതി. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടി 16 ഇഞ്ച് നമ്മൾ ഇറക്കം എടുത്തിട്ടുണ്ട്. ഇവിടുന്ന് ഒരു 3 ഇഞ്ച് താത്ത് നമ്മൾ ഒരു ഷേപ്പ്, ചെറിയൊരു ഷേപ്പ് വരും. പിന്നെ ചെറിയൊരു പഫ് വെക്കുന്നുണ്ട്. അതുകൊണ്ട് അത്രയും തുണിയേ ഉള്ളൂ കേട്ടോ, അതുകൊണ്ടാണ് അവിടെ നിന്ന് ചെറിയൊരു ഷേപ്പ്. പഫ് സ്ലീവാണ്. നമ്മൾ 8 ഇഞ്ച്, 12 ഇഞ്ച്, 6 ഇഞ്ച്, 7 ഇഞ്ച്, 8 ഇഞ്ച്. ഇതാണ് എഴുതുമ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് ഇല്ലാത്തതുകൊണ്ട് ഇത്ര കിട്ടും. ചെറിയൊരു പഫുണ്ട്, ചെറിയൊരു പഫ്. അതുകൊണ്ടാണ് ഇവിടുന്ന് മേളിൽ നിന്ന് ഇത്ര ഇങ്ങോട്ട് കയറ്റി വെട്ടിയേക്കുന്നത്. ചെറിയൊരു പഫ് സ്ലീവ് കുറച്ച്. നല്ല പീസിൽ ലൈനിങ് നമ്മൾ വെച്ച് വിട്ടുകയാണ്. നല്ല പീസിനെ ഇവിടെ താഴോട്ട് ചെറിയൊരു ഇത്രയും പടിയാണ് വെക്കുന്നത്, വേറൊരു പടി നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ താഴോട്ടുള്ളൊരു പീസ് വേറെ വെട്ടിയെടുക്കും. ഇത് നമ്മൾ ഫ്രണ്ട് പീസ് വെട്ടിയത്. ഇത് നമ്മുടെ ബാക്ക് പീസ് വെട്ടിയത് ഉണ്ടോ, ടക്ക് ബാക്ക് പീസിനുള്ളൂ ബാക്ക് പീസ് വെട്ടിയത്. നമ്മുടെ സ്ലീവിൻ്റെ താഴോട്ടുള്ളത് വെട്ടണം. ചെറിയൊരു ഫാഷനിൽ വെക്കാനായിട്ടാണ്. ഓക്കെ.